നമസ്കാരം. മലയാളികളുടെ പ്രിയങ്കരനാണ് ദിലീപ്. ഒരു കാലത്ത് കുടുംബ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായിരുന്നു അദ്ദേഹം. എന്നാൽ ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ നടന് കാര്യമായ ഹിറ്റുകളൊന്നും സിനിമയിലില്ല. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന്റെ പേരും ഉയർന്നു വന്നതിന് പിന്നാലെയാണ് നല്ലൊരു ശതമാനം പേരും ദിലീപിനെതിരെ തിരിഞ്ഞത്. ഇപ്പോഴും നടിയുടെ കേസിന് പിന്നാലെ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദിലീപ്. കേസിന് പിന്നാലെ പലരും ദിലീപിനെ പിന്തുണച്ചുകൊണ്ടും എതിർത്തുകൊണ്ടും രംഗത്തെത്തിയിരുന്നു. അതിലൊരാളാണ് ശാന്തിവിള ദിനേശ്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിനെ പിന്തുണയ്ക്കുന്നത് യാതൊരുവിധ സാമ്പത്തിക നേട്ടവും ലക്ഷ്യമിട്ടല്ലെന്ന് സംവിധായകൻ ശാന്തിവിള ദിനേശ് പറയുന്നു. ദിലീപിനെ പരിചയമില്ലാത്ത കാലത്താണ് ഞാൻ ഈ കേസുമായി ബന്ധപ്പെട്ട് ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്നത്. അന്നും ഇന്നും ദിലീപിന്റെ കയ്യിൽ നിന്നും ഒരു ചായ പോലും വാങ്ങി കുടിച്ചിട്ടില്ല എന്ന് കരളുറപ്പോടെ പറയുമെന്നും അദ്ദേഹം പറയുന്നു. റിപ്പോർട്ടർ ടിവിയിലെ അരുൺകുമാർ പറയുന്നത് ദിലീപിന് വേണ്ടി ചിലർ കാശ് വാങ്ങി സംസാരിക്കുന്നുവെന്നാണ്. കാശ് കൊടുത്താൽ എന്തും നേടാമെന്ന് വിചാരിക്കുന്ന നിന്നെപ്പോലുള്ളവർ വിചാരിക്കും. നടൻ മഹേഷ്, രാഹുൽ ഈശ്വർ, സജി നന്ദ്യാർ തുടങ്ങിയ കുറച്ചു പേർ മാത്രമാണ് ദിലീപിനൊപ്പം നിൽക്കുന്നത്. ശേഷിക്കുന്ന വീരശൂര പരാക്രമികളെല്ലാം തന്നെ അപ്പുറത്താണ് നിൽക്കുന്നത്. ദിലീപ് ഡേറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞ് പറ്റിച്ചവർമാരെല്ലാം മറുവശത്ത് നിൽക്കുന്നു. ദിലീപിനോടൊപ്പം നിൽക്കുന്ന ആരെങ്കിലും ഒരാൾ കാശ് വാങ്ങിയിട്ടുണ്ടെന്ന് തെളിയിക്കാമോ? രാഹുൽ ഈശ്വർ കാശ് വാങ്ങിയിട്ടാണോ സംസാരിക്കുന്നത്? നടൻ മഹേഷ് അങ്ങനെ ചെയ്യുന്ന ആളാണോ? സജി നന്ദ്യാട്ട് അങ്ങനെയുള്ള ആളാണോ? ഒരിക്കലും അങ്ങനെയൊന്നും പറയരുത്. ഞാൻ മാത്രം പെർഫെക്റ്റ് എന്നാണ് ലൈൻ. എന്തായാലും അത് അവിടെ ഇരിക്കട്ടെ എന്നും അദ്ദേഹം പറയുന്നു. 1.5 കോടിക്ക് ദിലീപ് കൊടുത്ത കൊട്ടേഷൻ എടുത്ത പൾസ് എത്രമാത്രം ക്രൂരമായി പെരുമാറി എന്നുള്ള കഥ മലയാള മനോരമയിലെ കണ്ണീരാറ്റിലെ തോണി വായിക്കുന്നത് പോലെ അദ്ദേഹം പറഞ്ഞു ഫലിപ്പിക്കുന്നത് സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. എന്തൊരു സഹോദര സ്നേഹമാണ്! എത്ര ചാനലുകളിലായി എത്ര കാലമായി ഈ കഥ അലക്കുന്നു. ഞാൻ ഇങ്ങനെ അലക്കുന്നതും ഇപ്പോൾ നടക്കുന്നത് പോലുള്ള നാടകങ്ങൾ നടത്തുന്നതും എൻ്റെ ഒരു ബന്ധുവിനു വേണ്ടിയാണെന്ന് കൂടി പറയാനുള്ള സത്യസന്ധത കൂടി മൊട്ട കാണിക്കണമായിരുന്നു. തൃശ്ശൂരിൽ നിന്നും ഗോവ വരെ കൊണ്ടുപോയ പൾസറിന് കാടും കടലും വിജനതയും ഒക്കെ കിലോമീറ്റർ ദൂരം എളുപ്പത്തിൽ ഉണ്ടായിരുന്നിട്ടും അത് ഉപയോഗിക്കാതെ കൊച്ചി സീപോർട്ട് എയർപോർട്ട് റോഡിൽ 100 കണക്കിന് വാഹനങ്ങൾ തെക്കും വടക്കും ഓടുന്ന റോഡിൽ രാത്രി ഇത്രയും ഭീകരമായ ഒരു ദൃശ്യം പകർത്തിയതും ഓടുന്ന വണ്ടിയിൽ ലൈറ്റപ്പ് ഇല്ലാതെ ചിത്രീകരിക്കാൻ പറ്റുന്ന ക്യാമറയുള്ള ഫോൺ സംഘടിപ്പിച്ചതും തന്റെ ജോലി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുവിടുകയും ഒക്കെ ചെയ്ത പൾസ് സുനിൽ തീർച്ചയായിട്ടും ഒരു ദൈവപുത്രനാണെന്ന് ഞാൻ പറയും. വർഷം 8 കഴിഞ്ഞിട്ടും ഫോണും ഒറിജിനൽ സിമ്മും സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആ വലിയ മനസ്സിനെയും നമ്മൾ നമിക്കണമെന്നും ഞാൻ പറയുന്നു. 2017 ഫെബ്രുവരി 17 നടിയോട് മോശമായി പെരുമാറി. ആമുഖമായി നടിയോട് ഇത് ദിലീപ് 1.5 കോടിക്ക് തന്ന കൊട്ടേഷനാണെന്നും സഹകരിക്കണമെന്നും ഞാൻ പറഞ്ഞു എന്നാണ് പൾസർ സുനി ഇപ്പോൾ പറയുന്നത്. താൻ എത്ര രൂപ വേണമെങ്കിലും തരാം, എന്നെ ഉപദ്രവിക്കരുതെന്ന് യുവനായിക പറഞ്ഞു. പക്ഷേ താൻ കൃത്യം നടത്തുകയായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നത് നമ്മൾ ക്യാമറ ദൃശ്യങ്ങളിലൂടെ കണ്ടെന്നും ശാന്തിവിള ദിനേശ് പറയുന്നു. ജയിലിൽ കിടക്കുന്ന പ്രതി എന്നെ കാശ് ചോദിച്ച് ഭീഷണിപ്പെടുത്തുന്നുവെന്ന് സംസ്ഥാന DGPക്ക് ഫോണിൽ വന്ന വോയിസ് അടക്കം പരാതി കൊടുത്തപ്പോൾ ചില സംശയങ്ങൾ തീർക്കാനെന്നും പറഞ്ഞ് വിളിച്ചു വരുത്തിയാണ് ദിലീപിനെ ജയിലിൽ ഇടുന്നത്. തന്നെ കുടുംബജീവിതം തകർത്തതിന് ദിലീപ് കൊട്ടേഷൻ കൊടുത്തതാണ് എന്നാണ് പറയുന്നത്. 2017 ഈ സംഭവം നടക്കുന്നതിനും 2 വർഷം മുൻപാണ് ദിലീപ് 10,000 രൂപ അഡ്വാൻസ് കൊടുത്തതെന്ന് കേസിന്റെ ആരംഭത്തിൽ തന്നെ പൾസർ പറഞ്ഞിട്ടുണ്ട്. 2015 മഞ്ജു വാര്യരാണ് ദിലീപിന്റെ ഭാര്യ. അപ്പോൾ കുടുംബം എപ്പോഴാണ് തകർന്നതെന്നും ശാന്തിവിള ദിനേശ് ചോദിക്കുന്നുണ്ട്. അതേസമയം സിനിമ സെറ്റുകളിലെ ലഹരി ഉപയോഗത്തിനെതിരെ നടി വിൻസി അലോഷ്യസ് സ്വീകരിച്ച നിലപാട് വലിയ രീതിയിലുള്ള ചർച്ചകൾക്കും ഇടയാക്കിയിരിക്കുകയാണ്. ഷൈംടോ ചാക്കോയുടെ പേര് പുറത്തുവിട്ടതിൽ ഫിലിം ചേംബറിനോടുള്ള നീരസം വ്യക്തമാക്കിയെങ്കിലും പരാതിയിൽ ഉറച്ചു നിൽക്കുവാൻ തന്നെയാണ് നടിയുടെ തീരുമാനം. കേസിൽ അന്വേഷണവുമായി സഹകരിക്കുമെന്ന് നടി വിൻസി അലോഷ്യസ് അറിയിച്ചെന്ന് മന്ത്രി MB രാജേഷും കഴിഞ്ഞ ദിവസം അറിയിച്ചു. വിൻസി അലോഷ്യസിന്റെ തുറന്നു പറച്ചിലും പരാതിയും ഷൈനെതിരായ നടപടിയിലേക്ക് നീങ്ങുന്നുണ്ടെങ്കിലും സിനിമാ രംഗത്ത് ഈ വിഷയത്തിൽ തിരിച്ചടിയുണ്ടാകാൻ പോകുന്നത് നടിക്കായിരിക്കുമെന്നാണ് സംവിധായകൻ ശാന്തിവിള ദിനേശ് ഇപ്പോൾ പറയുന്നത്. ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്നവർക്കൊക്കെ ഇനിയും വേഷം കിട്ടും. എന്നാൽ കാര്യങ്ങൾ തുറന്നു പറയുന്ന വിൻസിയെ പോലുള്ളവരെ അടുപ്പിക്കാൻ സിനിമാക്കാർ ഒരുപക്ഷെ തയ്യാറായേക്കില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഈ വിഷയത്തിൽ നഷ്ടം വരുന്ന ഒരേ ഒരാൾ ആ പെൺകുട്ടിയാണ്. അവർ ഇനിയും ഒരൊറ്റ സിനിമയിലും ഉണ്ടാവില്ല. നല്ല നടിയാണ്. സംസ്ഥാന അവാർഡൊക്കെ വാങ്ങിച്ച കുട്ടിയാണെങ്കിലും ഇനി അവസരം കിട്ടാൻ പ്രയാസമാണ്. ദിലീപ് കേസുമായി ബന്ധപ്പെട്ട് അതിജീവിതയ്ക്ക് സംബന്ധിച്ചത് തന്നെ സിനിമാ രംഗത്ത് വിൻസിക്കും നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം പറയുന്നു. ഇവിടെ ദിലീപിന്റെ കേസുമായി ബന്ധപ്പെട്ട ഒരു അതിജീവിതം ഉണ്ടായിരുന്നല്ലോ. സകല പെണ്ണുപിടിയന്മാരും സഹോദരി മോളെ നിനക്ക് ഞങ്ങളുണ്ട് പിന്തുണ എന്നൊക്കെ പറഞ്ഞു. അതായത് സിനിമ ഇൻഡസ്ട്രി മുഴുവൻ നിന്നോടൊപ്പമാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. ഈ പറഞ്ഞവരിൽ ആരെങ്കിലും കഴിഞ്ഞ 6-7 വർഷത്തിന് ഇടയിലായി ആ കുട്ടിക്ക് പണം കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ കൊടുത്തിരുന്നെങ്കിൽ മലയാളത്തിൽ ഇപ്പോൾ ഏറ്റവും തിരക്കിൽ നിൽക്കേണ്ട നടിയായിരുന്നു ആ കുട്ടി, ശാന്തിവിള ദിനേശ് പറഞ്ഞു. വിൻസിക്ക് ഒരു പടവും കിട്ടില്ലെന്ന് ഭീഷണിയായിട്ട് പറയുകയല്ല, അനുഭവങ്ങളിൽ നിന്നാണ് ഞാൻ ഇത്തരമൊരു അഭിപ്രായം പറയുന്നത്. ഇങ്ങനെ പറയുന്നവരെയും സമൂഹത്തിന് എന്തെങ്കിലും തെറ്റായ സന്ദേശം കൊടുക്കുന്നവരെ ചൂണ്ടിക്കാണിക്കുന്നവരെയും ഒതുക്കും. അത്തരം ഒരുക്കത്തിന് ഏറ്റവും നല്ല രക്തസാക്ഷി ശാന്തിവിള ദിനേശാണ്. പക്ഷെ ദിനേശ് പോടാ പുല്ലേ എന്ന് പറയും. അതുകൊണ്ട് എനിക്ക് യാതൊരു വിഷമവുമില്ല. എന്നാൽ
അവർക്ക് അതിന് കഴിഞ്ഞെന്ന് വരില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. ഇന്ന് സിനിമയിൽ പാട്ടൊന്നുമില്ല. ജലദോഷം പിടിച്ച ഏതോ ഒരുത്തൻ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് പോകുന്നത് കാണാം. അത് പാട്ടായിട്ട് ഞാൻ കണക്കാക്കില്ല. പാട്ട് മഹാന്മാരായ സംഗീതജ്ഞന്മാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു പാട്ടുകാരൻ സ്റ്റേജ് ഷോ നടത്തി വേറൊരുത്തനെ വലിപ്പിച്ച കഥ കേട്ടില്ലേ? 38 ലക്ഷം രൂപ വലിപ്പിച്ചിട്ട് ഞാൻ എന്റെ ഭാര്യയെ കൊണ്ട് കേസ് കൊടുപ്പിക്കുമെന്ന് പറഞ്ഞ് അവനെ ഭീഷണിപ്പെടുത്തുകയാണ്. കുറെ കൂതറകൾ കാരണം മലയാള സിനിമ മൊത്തം നശിച്ചു. എല്ലാവരെയും കയ്യിൽ കോടികളുണ്ട്. അതാണ് പ്രശ്നം. ഒരുത്തൻ കണ്ടില്ലേ, ഒരു പെണ്ണിനെ 1 വർഷം കൊണ്ടു നടക്കും. എന്നിട്ട് അവൾക്ക് 1 കോടിയോ 2 കോടിയോ കൊടുത്തത് അവളെ പറഞ്ഞു വിടും. അടുത്ത ആളെ വിളിക്കും. അവളെ ഒരു 6 മാസം കൊണ്ടു നടന്നിട്ട് അവളെയും പറഞ്ഞു വിടും. ഈ പറയുന്ന വ്യക്തിയുടെ അച്ഛന്റെ ജ്യേഷ്ഠനാണ് മലയാളത്തിലെ ജെന്റിൽമാനായ ഒരു നടൻ. അദ്ദേഹത്തെയെങ്കിലും പറയിപ്പിക്കാതിരിക്കാൻ നോക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് നിർണായക വിവരങ്ങൾ കേസിൽ 1-ാം പ്രതിയായ പൾസർ സുനി തന്നെ പറയുന്നത് അടുത്തിടെ റിപ്പോർട്ടർ ചാനലിന്റെ സ്ട്രിംഗ് ഓപ്പറേഷനിലൂടെ ജനം കണ്ടിരുന്നു. എന്നാൽ ഇത് പ്രതിയും ചാനലുകാരും ചേർന്ന് സൃഷ്ടിച്ച ഒരു നാടകമാണെന്നും ശാന്തിവിള ദിനേശ് പറഞ്ഞു. റിപ്പോർട്ട് ടിവിയിലെ അരുൺകുമാർ, റോഷിപാൽ എന്നിവരുടേതിനൊപ്പം പൾസർ സുനിയുടെയും 1 മാസത്തെ ഫോൺ റെക്കോർഡുകൾ പരിശോധിച്ചാൽ ഈ കച്ചവടം പൂട്ടും. പക്ഷേ മൂവരും വേറെ വേറെ സിമ്മുകളിൽ നിന്ന് സംസാരിച്ചാവും കഥയും തിരക്കഥയും ഉണ്ടാക്കിയത് എന്ന് ഉറപ്പാണ്. അല്ലാതെ അവരെ ഒറിജിനൽ ഫോണിൽ നിന്നൊന്നും ഒരിക്കലും സംസാരിക്കില്ല. എന്നാലും 100% വേണ്ട 50% സത്യസന്ധനായ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ ഈ അവിഹിത കച്ചവടം പൂട്ടാനാകുമെന്നും ഞാൻ ഉറപ്പു പറയുന്നു. നടി ആക്രമിക്കപ്പെട്ടതിന്റെ പുസ്തകം എഴുതാൻ പോകുകയാണത്രേ ഈ റിപ്പോർട്ടർ. സദ്ഗുണസമ്പന്നനായ ഉത്തമ പുരുഷൻ പൾസർ മഹാത്മാവിനെ പറ്റിയാണോ റോഷിപാൽ എഴുതാൻ പോകുന്ന പുസ്തകം? നടി അനുഭവിച്ച വേദനയുടെ കണ്ണീരിൽ കുതിർന്ന കഥയാണോ പുസ്തകം? അല്ലെങ്കിൽ നടി ആക്രമണ കേസിലെ 7 പ്രതികളെ പൂട്ടിയ ശേഷം ജയിലിൽ നിന്നും മൊബൈൽ ഫോണിൽ ദിലീപിനെ വിളിച്ചിട്ട് കിട്ടാത്തതിനാൽ നാദൃശ്യയെ വിളിച്ച് 1.5 കോടി തന്നില്ലെങ്കിൽ 2 കോടി തരാൻ വേറെ ആളുണ്ടെന്ന് ഭീഷണിപ്പെടുത്തിയ ക്രൈം ത്രില്ലറാണോ റോഷിപാൽ എഴുതുന്ന പുസ്തകമെന്നും അദ്ദേഹം ചോദിക്കുന്നു. ജയിലിൽ കിടക്കുന്ന പ്രതി എന്നെ കാശ് ചോദിച്ച് ഭീഷണിപ്പെടുത്തുന്നുവെന്ന് സംസ്ഥാന DGPക്ക് ഫോണിൽ വന്ന വോയിസ് അടക്കം പരാതി കൊടുത്തപ്പോൾ ചില സംശയങ്ങൾ തീർക്കാനെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി ജയിലിലിട്ട കോമഡിയാണോ ഈ റോഷിപാൽ എഴുതാൻ പോകുന്ന പുസ്തകം? ശമ്പളം കിട്ടാത്തതിനാൽ ജോലിക്കാർ ഇട്ടെറിഞ്ഞു പോയ കാരണം ചാനൽ പൂട്ടാറായപ്പോൾ വർഷങ്ങളോളം ഹാർമോണിയപ്പെട്ടിയും കോട്ടുമൊക്കെയായി നികേഷ് മുതലാളി ഉണ്ടയില്ല വെടിവെച്ച് ചാനലിന്റെ ജീവൻ നിലനിർത്തിയ കഥയാണോ ഇനി റോഷിപാൽ എഴുതാൻ പോകുന്ന പുസ്തകം? ഈ പറഞ്ഞ കഥകളിൽ ഒന്നും പൾസറിന്റെ വിശദീകരണം ആവശ്യമില്ലല്ലോ റോഷിപാലെ. എന്നെ തട്ടുമെന്ന് ദിലീപ് കോടതിയിൽ വെച്ച് ഭീഷണിപ്പെടുത്തിയെന്ന് ജഡ്ജിക്ക് പരാതി കൊടുത്ത അന്വേഷണ ഉദ്യോഗസ്ഥന്റെ പരാതിയും ഒരു പുസ്തകമാക്കാം. എന്നാൽ പിന്നീടാണ് അറിയുന്നത് പരാതിയിൽ പറയുന്ന ദിവസം കാക്കിയിട്ട ഏമാനും ദിലീപും ആ ദിവസം കോടതിയിൽ വന്നിട്ടില്ലെന്ന്. അതും വേണമെങ്കിൽ ഒരു കോമഡി പുസ്തകമാക്കാവുന്ന സബ്ജക്റ്റാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനാണ് കോടതിയിൽ കള്ളം എഴുതി കൊടുക്കുന്നത്. പറഞ്ഞുറപ്പിച്ച 1.5 കോടിയിൽ 70 ലക്ഷം പൾസറിന് കിട്ടിക്കഴിഞ്ഞു എന്നാണ് റിട്ടയർഡ് SP പറയുന്നത്. ബാക്കി 80 ലക്ഷം കിട്ടാനുണ്ടെന്നാണ്. ട്രയൽ കോടതിയിൽ പറയാത്ത കാര്യങ്ങളാണ് ചാനൽ കോടതിയിൽ ഇപ്പോൾ പൾസർ പറഞ്ഞിരിക്കുന്നത്. എത്ര രൂപ വാങ്ങിയെന്ന സംശയം ചോദിക്കാനാവുമോ റോഷിപാൽ പോയത് എന്നാണ് എനിക്ക് സംശയം. 10,000 രൂപ 10 വർഷം മുമ്പ് 1.5 കോടിക്ക് കൊട്ടേഷൻ അഡ്വാൻസ് വാങ്ങിയെന്നാണ് പൾസർ പോലും കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ പറയുന്നു 70 ലക്ഷം രൂപ ഞാൻ കൈപ്പറ്റിയെന്ന്. ഇവൻ ഈ 10,000 വാങ്ങിയത് 2 വർഷം മുമ്പാണ്. ഇപ്പോൾ പറയുന്നു 70 ലക്ഷം തന്നുവെന്ന്. ആര് എവിടെ വെച്ച് എങ്ങനെ വാങ്ങിയെന്നൊന്നും ചോദ്യവും പറച്ചിലുമില്ല. തന്റെ കുടുംബജീവിതം തകർത്തതിന് ദിലീപ് കൊട്ടേഷൻ കൊടുത്തതാണെന്നാണ് പറയുന്നത്. 2017 ഈ സംഭവം നടക്കുന്നതിനും 2 വർഷം മുൻപാണ് ദിലീപ് 10,000 രൂപ അഡ്വാൻസ് കൊടുത്തതെന്ന് കേസിന്റെ ആരംഭത്തിൽ തന്നെ പൾസർ പറഞ്ഞിട്ടുണ്ട്. 2015 മഞ്ജു വാര്യരാണ് ദിലീപിന്റെ ഭാര്യ. അപ്പോൾ കുടുംബം എപ്പോഴാണ് തകർന്നത്? ഈ കുടുംബം തകർത്തതിന്റെ പ്രതികാരം തീർത്തുവെന്നാണല്ലോ പറയുന്നത്. പക്ഷെ ആ സമയത്ത് മഞ്ജു വാര്യർ ദിലീപിന്റെ ഭാര്യയാണെന്നും ശാന്തിവിള ദിനേശ് കൂട്ടിച്ചേർക്കുന്നു.